ഞാനെന്തിനാ ഇപ്പം അവളെക്കുറിച്ച് ആലോചിച്ചത്? അവൾ ആരെ വേണമെങ്കിലും കെട്ടട്ടെ, എനിക്കെന്താ? അവൻ അവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന ശേഷം വീണ്ടും വീണ്ടും അവളുടെ മുഖം തൻ്റെ മനസ്സിലേക്ക് വരുവാണെന്ന് മനസ്സിലാക്കി അവൻ ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി. രാവിലെ എണീറ്റ് വന്ന മാളു കാണുന്നത് ഹാളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന മനീഷിനെയാണ്. ഒരു നിമിഷം അവൾ അവിടെ ഞെട്ടി നിന്നു. പിന്നെ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, ഇതപ്പോൾ വന്നു? ഒന്നും പറഞ്ഞില്ലല്ലോ ഇന്നലെ. മനീഷ് അവളെ ചേർത്ത് പിടിച്ചു. വരേണ്ട കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. നീ ഇന്ന് ലീവ് എടുക്ക്. മാളുവിൻ്റെ മുഖം പെട്ടെന്ന് വാടി. നേരത്തെ പറഞ്ഞൂടായിരുന്നു ഏട്ടാ? ഇന്ന് രാവിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. നാളെ ലീവ് എടുക്കാം ഞാൻ. ഇന്നത്തെ കാര്യത്തിന് നാളെയാണോ മാളു ലീവ് എടുക്കുന്നത്? മനീഷിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. ഇന്നെന്താ വിശേഷം? മാളു അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കി. അവർ രണ്ടും വലിയ തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി നൽകി അവൾക്ക്. ഇന്ന് വൈകുന്നേരം നിന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അതാണ് വിശേഷം. മാളു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നടക്കില്ല ഏട്ടാ. ഏട്ടനറിയാവുന്നതല്ലേ എൻ്റെയും ഗൗതമേട്ടൻ്റെയും കാര്യം. ഈ മാളുവിൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഗൗതം വാസുദേവൻ്റെ ആയിരിക്കും. മാളു ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. മനീഷിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല? കാലം കുറേ ആയല്ലോ അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടെന്തായി? അങ്ങനെയുള്ള ഒരുത്തിന് വേണ്ടി കളയാനുള്ളതല്ല നിന്റെ ജീവിതം. ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ദർശൻ നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ദർശൻ? മാളു പുച്ഛത്തോടെ ചിരിച്ചു. വേറെ ആരെയും കിട്ടിയില്ലേ ഏട്ടന്? ഒരിക്കൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഗൗതമേട്ടൻ്റെ ജീവിതം നശിപ്പിച്ചു. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നും ആർക്കു വേണ്ടിയായിരുന്നു എന്നും എല്ലാം എനിക്ക് നന്നായി അറിയാം. മാളവിനെ അതിന് കിട്ടില്ല. വീണ്ടും മനീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് മോഹൻ ഇടക്ക് കയറി. മനു, നീ പോ. ദർശൻ വരുമ്പോൾ മോളിവിടെ ഉണ്ടായാൽ പോരെ? ഇപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. മനീഷ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. മാളു നിറക്കണ്ണുകളോടെ അച്ഛനെ നോക്കി. മോഹൻ അവളുടെ മിഴികൾ തുടച്ചു. മോള് വിഷമിക്കേണ്ട. നിന്റെ സമ്മതം ഇല്ലാതെ ഒന്നും ആരും നടത്തില്ല. പെണ്ണ് കാണാൻ നടത്താം എന്ന് അവൻ വാക്കു കൊടുത്തതല്ലേ? അത് തെറ്റിക്കണ്ട. മോളിപ്പോൾ ഓഫീസിലേക്ക് പോയിക്കോ. ഒരു 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയാൽ മതി, അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മാളു കുറച്ചു നേരം കൂടി അച്ഛൻ്റെ തോളിൽ തല ചായ്ച്ചു നിന്നു. ഓഫീസിലെത്തിയിട്ടും മനസ്സ് ശരിയല്ലാത്ത പോലെ തോന്നി മാളുവിന്. ഗൗതം നേരത്തെ വരുമെന്നറിയാവുന്നത് കൊണ്ട് നേരെ ക്യാബിനിലേക്ക് പോയി. സാർ, ഫയൽ. അവൾ ഫയൽ ഗൗതമിന് നേരെ നീട്ടി. അവിടെ വെച്ചിട്ട് പോക്കോ, ഗൗതം അവളെ നോക്കാതെ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ ടേബിളിൽ വെച്ചിട്ട് പോകുന്നത് കണ്ടിട്ടാണ് ഗൗതം അവളെ നോക്കുന്നത്. സാധാരണ അവൻ അങ്ങനെ പറയുമ്പോൾ ദേഷ്യം കൊണ്ടോരോന്ന് പുറത്തു കണ്ടാണ് പോകാറ്. മാളു അവളുടെ പ്ലേസിൽ ചെന്നിരുന്നിട്ടും എന്തോ അവൻ്റെ കണ്ണുകൾ പിൻവലിക്കാൻ തോന്നിയില്ല. കിഷോറും ശ്രുതിയും എല്ലാം അവളോട് എന്തോ പറയുന്നുണ്ട്. പക്ഷെ അവൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ വേറെ എന്തോ ലോകത്താണെന്ന് അവന് തോന്നി. എന്തോ അവളെ വല്ലാത്ത അസ്വസ്ഥയാക്കുന്നുണ്ട്. ആ ചിന്ത അവനിലും വല്ലാത്ത പരവേശം ഉണ്ടാക്കി. ഇന്നത്തെ പെണ്ണുകാണൽ ഓർത്തിട്ട് മാളുവിന് സമാധാനം പോകാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ അവളെ വിഷമിപ്പിച്ചത് ഏട്ടൻ്റെ വാശിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്ന് തോന്നി അവൾക്ക്. ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇരിക്കാൻ വയ്യ. വീട്ടിൽ പോകാൻ ലീവ് ചോദിക്കാം, അതും വിചാരിച്ച് അവൾ നടന്നു. അകത്തേക്ക് വന്ന മാളുവിനെ കണ്ട ഒരു നിമിഷം ഗൗതം വല്ലാതെ സ്തംഭിച്ചു പോയി. അവളെ എന്തോ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അവന് തോന്നി. സാർ, എനിക്കെന്തോ ഒരു വയ്യേക. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഇന്നത്തെ എല്ലാ വർക്കും ചെയ്ത് തീർത്തിട്ടുണ്ട്. അഡീഷണൽ ആയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ നേരത്തെ വന്നു ചെയ്യാം. അവനെ നോക്കാതെ നിലത്തേക്ക് മാത്രം നോക്കി അവൾ പറഞ്ഞൊപ്പിച്ചു. അവൾ സംസാരിക്കുമ്പോൾ എല്ലാ ഗൗതമിൻ്റെ കണ്ണുകൾ അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. മറിച്ചൊന്നും പറയാതെ അവൻ സമ്മതം മൂളി. ദർശന മുമ്പിൽ ചായയുമായി എത്തുമ്പോൾ അവൾ ആദ്യം നോക്കിയത് മനീഷിനെയാണ്. ഒരു വിജയുടെ ചിരിയോടെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ നോക്കിയപ്പോൾ കണ്ണടച്ചൊന്നും ഇല്ലെന്ന് കാണിച്ചു. അവൾ മറ്റാരെയും നോക്കാതെ ചായ കൊടുത്തു. എനിക്ക് ദർശനോട് സംസാരിക്കാനുണ്ട്. അവളുടെ വാക്കുകൾ എവിടെ ഇരിക്കുന്നവരുടെ ഭാവം മാറ്റുന്നതറിഞ്ഞു. കൂടുതലൊന്നും പറയാതെ അവൾ പുറത്തേക്ക് നടന്നു. പിന്നാലെ ദർശനം. വീട്ടിൽ നിന്നും കുറച്ചകലെയായ ഉടനെ മാളു പറഞ്ഞു തുടങ്ങി. ഈ വിവാഹം നടക്കില്ല. എനിക്ക് താല്പര്യമില്ല. ദർശൻ്റെ ചിരി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. നീ ഇതൊക്കെ തന്നെ പറയൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഈ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. നിനക്കറിയാലോ ദർശനെ. അവളെ നോക്കി പുച്ഛിച്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പോയി. എല്ലാ തീരുമാനം ഉറപ്പിച്ച പോലുള്ള അവൻ്റെ സംസാരത്തിൻ്റെ ഞെട്ടലിൽ ആയിരുന്നു മാളു. അല്പസമയം കൂടി നിന്ന് മനസ്സൊന്ന് ശാന്തമായ ശേഷം അകത്തേക്ക് പോയി. അവളെ കണ്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം സംസാരം നിർത്തി. ദർശൻ്റെ അമ്മ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. മോളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മോളുടെ സമ്മതം കൂടി അറിഞ്ഞാൽ മതി. മോൾക്ക് എതിർപ്പൊന്നും കാണില്ല എന്ന് ദർശൻ പറഞ്ഞു. മാളു ദർശനെ കത്തുന്ന ഒരു നോട്ടം നോക്കി. അവൻ അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. എനിക്ക് എതിർപ്പുണ്ട്. ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. പറഞ്ഞു നിർത്തിയതും അവളുടെ കവളിൽ അടി വീണതും ഒരുമിച്ചായിരുന്നു.
കവിളും പൊത്തിപ്പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ കണ്ടത് ദേഷ്യം വന്ന് ചുവന്ന മുഖവുമായി നിൽക്കുന്ന മനീഷിനെയാണ്. മനീഷ് ദേഷ്യം കൊണ്ട് വിറച്ചു വീണ്ടും അവളുടെ നേരെ പാഞ്ഞു ചെന്നു. വീണ്ടും അടിക്കാൻ കൈ ഓങ്ങിയപ്പോഴേക്ക് മോഹൻ്റെ കൈ അവനെ തടഞ്ഞു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ മനു? അവൾക്കിഷ്ടമില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല. ഇനി ഒരിക്കൽ കൂടി നീ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്, മോഹൻ ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മ അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. മാളൊന്നും മിണ്ടാതെ അമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നതേ ഉള്ളൂ. ദർശന് വേണ്ടി അച്ഛൻ അവളെ അടിച്ചത് അത്രമേൽ വേദനിപ്പിച്ചിരുന്നു. അച്ഛൻ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഒരിക്കലും അവളെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ പിറകെ നടന്നു കളയാൻ ഉള്ളതാണോ ഇവളുടെ ജീവിതം? മനീഷ് വീണ്ടും ദേഷ്യപ്പെട്ടു. അവളുടെ അച്ഛനായ എനിക്കില്ലാത്ത വേവലാതി നിനക്ക് വേണ്ട മനു. ഞാൻ ഗൗതമിനോട് സംസാരിക്കട്ടെ. അവനൊരിക്കലും ഇവളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് എന്നോട് പറയുവാണെങ്കിൽ നമുക്ക് വേറെ നോക്കാം. പക്ഷേ അപ്പോഴും എൻ്റെ കുഞ്ഞിന് ഇഷ്ടം അല്ലാത്ത ഒരാളെയും കല്യാണം കഴിക്കാൻ അവളെ ഞാൻ നിർബന്ധിക്കില്ല, മോഹൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. മനീഷ് മിണ്ടാതെ കേട്ടു നിന്നതേ ഉള്ളൂ. അച്ഛൻ തീരുമാനപ്പിറപ്പിച്ചാൽ അത്ര എളുപ്പം മാറ്റാൻ സാധിക്കില്ല എന്ന് അവന് നല്ലോണം അറിയാം. അതുവരെ മുഖമായി എല്ലാം കണ്ടുകൊണ്ടിരുന്ന ദർശനും കുടുംബവും യാത്ര പറഞ്ഞെഴുന്നേറ്റു. കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ ദർശൻ്റെ കണ്ണുകൾ തന്നെ ചുയിഞ്ഞു നോക്കുന്നതും ആളോ അറിയുന്നുണ്ടായിരുന്നു. എന്തോ അതവളുടെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറച്ചു. ഗൗതമിനെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്ന ബീന കാണുന്നത് നക്ഷത്രങ്ങൾ നോക്കിയിരിക്കുന്ന അവനെയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എന്നവർക്ക് തോന്നി. അവൻ്റെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ചപ്പോൾ ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി. പിന്നെ ബീനയെ പിടിച്ചു അവൻ്റെ അരികത്തായി ഇരുത്തി ആ മടിയിൽ കിടന്നു. അവൻ്റെ മുടികളിലൂടെ വിരലോടിച്ച് ബീന ചോദിച്ചു, എന്താ മോനു, കുറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്, എന്താ പ്രശ്നം? അച്ഛൻ ദാ അവിടെ നിന്നെയും നോക്കിയിരിക്കുകയാണ്. ആഹാരം കഴിക്കാൻ ഗോതം മടിയിൽ നിന്നും എണീറ്റു. ഒന്നുമില്ലമ്മ, ഓഫീസിലെ ചെറിയ ടെൻഷൻ. വാ, അച്ഛനെ നോക്കിയിരുത്തി മുഷിപ്പിക്കേണ്ട. ഡൈനിങ് ടേബിളിലും ഗോതം നിശബ്ദനായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ പുതിയ പ്രൊജക്റ്റിൻ്റെ പേര് പറഞ്ഞവൻ ഒഴിഞ്ഞു മാറി. താൻ ഇന്നാരെയോ കാര്യമായി ആശ്വസിപ്പിക്കുന്ന കേട്ടായിരുന്നല്ലോ. ആരാ ആള്? മാളുമോളാണോ? ഗോതമിനെ ഒളിക്കണ്ണിട്ട് നോക്കിയ ശേഷം വാസുദേവ് ബീനയോട് ചോദിച്ചു. മാളുവിൻ്റെ പേര് കേട്ട ഉടനെ ഗോതം ആഹാരം കഴിക്കുന്നത് നിർത്തി. അവൻ പറയുന്നതിൽ ശ്രദ്ധിച്ചു. അവളുടെ അസ്വസ്ഥതയുടെ കാരണം അറിയുവാൻ കാതോർത്തിരുന്നു. അതെന്നെ, മനീഷ് ആകെ വാശി പിടിച്ചിരിക്കുവാണ് അവളുടെ കല്യാണം പെട്ടെന്ന് നടത്താൻ. ഇന്ന് അവളോട് പോലും ചോദിക്കാതെ പെണ്ണ് കാണൽ ആയിരുന്നെന്ന്. ആ പയ്യൻ്റെ പെങ്ങളും അവനും തമ്മിൽ ഇഷ്ടത്തില. ചേട്ടൻ്റെ കല്യാണം കഴിയാതെ അവരുടെ വിവാഹം നടക്കില്ലത്രേ. ആ പയ്യനാണെങ്കിൽ മാളുവിനെ തന്നെ മതി പോലും. അതിനു വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഗൗതമിൻ്റെ മുഖത്തുണ്ടാക്കുന്ന ഭാവഭേദങ്ങൾ നോക്കിക്കൊണ്ട് അവർ ബാക്കി പറഞ്ഞു. ഇവിടെ ഒരുത്തന് പിന്നെ ആ പെങ്കൊച്ചിൻ്റെ വേണ്ടല്ലോ. ഇവനൊന്ന് സമ്മതം മൂളിയാൽ ഞാൻ കൊണ്ടുവന്നേനെ എൻ്റെ മരുമോളായിട്ട്. അതിങ്ങനെ കിടന്നു കണ്ണിൽ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. നേരെ സംസാരിക്കാൻ പോലും വയ്യ അതിന്. അടികൊണ്ട് കവിളൊക്കെ പൊട്ടിയിരിക്കുക. ആഹാരം പോലും കഴിച്ചില്ല. അത് കേട്ടതോടെ ഗൗതമിന് അവൻ്റെ വിശപ്പൊക്കെ പോയ പോലെ തോന്നി. അവനൊന്നും മിണ്ടാതെ പ്ലേറ്റും നീക്കി വെച്ച് എണീറ്റ് പോയി. അവൻ്റെ പോക്കു കണ്ട് വാസുദേവും ബീനയും പരസ്പരം നോക്കി ചിരിച്ചു. എങ്ങനെയെങ്കിലും ആ മഞ്ഞുമലൊന്ന് ഒരുങ്ങാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്തിയത്. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഗൗതമിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അഥവാ എങ്ങാനും ഒന്ന് മയങ്ങിപ്പോയ അടികൊണ്ട് കരയുന്ന മാളുവിൻ്റെ മുഖം സ്വപ്നം കണ്ടെണീക്കും. നാശം, പെണ്ണിൻ്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ലല്ലോ. അവൻ ഫോണെടുത്ത് സമയം നോക്കി. രാത്രി 2 മണി. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾക്ക് വയ്യെന്നല്ലേ അമ്മ പറഞ്ഞേ? അല്ലെങ്കിൽ വേണ്ട, അവൾക്ക് വയ്യെങ്കിൽ എനിക്കെന്താ? ഞാനെന്തിനാ അവളെ വിളിക്കുന്നേ? ഓരോന്ന് പറഞ്ഞും ആലോചിച്ചും ഇരുന്ന് ലാസ്റ്റ് വിളിക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. ഫോണെടുത്ത് തിരികെ വെക്കാൻ വേണ്ടി ഒന്നേ നോക്കിയുള്ളൂ. അവൻ്റെ ശ്വാസം നിന്നു പോയി. കൈ തട്ടി അറിയാതെ കാൾ പോയേക്കുന്നു. കട്ട് ചെയ്യാൻ വന്നപ്പോഴേക്കും അപ്പുറത്തു നിന്നും അവൾ ഫോൺ എടുക്കുകയും ചെയ്തു. അടികൊണ്ടതിൻ്റെ ക്ഷീണവും കരച്ചിലും ഒക്കെയായി തളർന്നുറങ്ങുണ്ടായിരുന്നു മാളു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഉറക്കച്ചടവോടെ എടുത്തു നോക്കി. ഡിസ്പ്ലേയിലെ പേരു കണ്ടതും ഉറക്കമൊക്കെ പമ്പ കടന്നു. ചാടി എണീറ്റിരുന്ന് ഫോൺ എടുത്തു. ഹലോ. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മറുപടി ഒന്നും ഇല്ല. ഹലോ, എന്തിനാ വിളിച്ചേ? അത് ഞാൻ നന്ദുവിനെ വിളിച്ചതാ. നിങ്ങളുടെ പേര് അടുത്തത് കിടന്നത് കൊണ്ട് മാറിപ്പോയി. കുറച്ച് വിക്കലോടുള്ള മറുപടി കേട്ടു. ഓ, ഞാൻ വിചാരിച്ചു, അവൾ ചെറിയൊരു കുസൃതിച്ചിരിയോടെ പറഞ്ഞു. നീ കൂടുതലൊന്നും വിചാരിക്കണ്ട. നാളെ ഓഫീസിൽ കുറച്ച് നേരത്തെ വരണം. ഉച്ചക്ക് മുമ്പ് 2 ഫയൽ നോക്കി തീർക്കാനുണ്ട്. കനത്ത ശബ്ദത്തിൽ ഉള്ള ഉത്തരവ് കേട്ടു. അവൾ മറുപടി പറയുന്നതിന് മുമ്പേ കാൾ കട്ടായി. അവൾ ചിരിയോടെ ഫോണിലേക്ക് നോക്കിയിരുന്നു. കള്ള ചെകുത്താനെ, അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? ഞാൻ നാളെ വരാൻ വേണ്ടിയല്ലേ ഈ ഫയലിലെ കാര്യമൊക്കെ പറഞ്ഞ് സമ്മതിച്ചു തരാനാ മടിയല്ലേ? ഇത്രയും മതി എനിക്ക്. ബാക്കി ഞാൻ ശരിയാക്കി എടുത്തോളാം. ഫോണ് നെഞ്ചോട് ചേർത്ത് അവൾ കിടന്നു.